അന്ന് തൊട്ട് ഇന്നേ വരെ സ്ഥിരമായ സ്ഥായിയായ ഒരു നിലപാടെടുത്ത് അതിനൊപ്പം തന്നെ നിൽക്കുകയാണ്. അന്നൊരു നിലപാടെടുക്കുകയും വിധി വന്നപ്പോൾ വേറൊരു നിലപാടെടുക്കുകയും ചെയ്യുന്നതല്ല. നമസ്കാരം. പെരിയ കേസിൽ CPM-ന് ബന്ധമൊന്നുമില്ല എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ആവർത്തിക്കുമ്പോഴും CPM-ന്റെ കൊലപാതക ചരിത്രം അറിയുന്ന മലയാളിക്ക് കൃത്യമായി അറിയാം നടന്നത് എന്താണ് എന്ന്. CBI കൂട്ടിലടച്ച തത്തയാണെന്ന് പറയുന്ന ഗോവിന്ദൻ സഖാവിന്റെ വിടുവായുത്തം പൊളിച്ചടുക്കിക്കൊണ്ട് പെരിയ കേസിൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് CBI അന്വേഷണത്തെ പിണറായി സർക്കാർ ഭയക്കുന്നു എന്നതിന്റെ ഉത്തരം കൂടി നമുക്ക് വ്യക്തമാകും. എന്തായാലും ഇപ്പോഴിതാ CPM-ന്റെ കൊലപാതകം എങ്ങനെയെന്ന് വിശദീകരിക്കുകയാണ് BRM ഷഫീർ. ചാനൽ ചർച്ചയ്ക്കിടെ പെരിയ കേസിൽ CPM-നെ വെള്ളപൂശാൻ നോക്കിയ മുസ്തഫയെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് CPM കൊന്നുകൂട്ടുന്നത് ഇങ്ങനെയെന്ന് ഷഫീർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് താങ്കൾ ക്ഷണിച്ചത് പ്രകാരം ഇവിടെ വന്നിരുന്ന് പറയുന്നതാണ്. ഇതിൽ ഒരു പല്ലവിയും ഞങ്ങൾ പാടുന്നില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. CPIM ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് എപ്പോഴാ? CBI അന്വേഷണം വന്ന് CPIM-ന്റെ ചില പ്രവർത്തകരെ, നേതാക്കളെ വളരെ ആസൂത്രിതമായി രാഷ്ട്രീയമായ ഗൂഢോദ്ദേശത്തോടുകൂടി പ്രതി ചേർത്തു. അപ്പോഴ് മാത്രമല്ലേ CPIM അതിനെ സംഭവിച്ച് ഞങ്ങളുടെ ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും പ്രതി ചേർത്തതിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ളത്. അതല്ലാതെ അതുവരെയും 2019 തൊട്ട് CBI കേസ് അന്വേഷണം ഏറ്റെടുത്ത് ഞങ്ങളുടെ നേതാക്കളെ പാർട്ടിയെ ലക്ഷ്യം വെച്ച് വേട്ടയാടുന്നത് വരെയും ഞങ്ങൾ ഈ കേസിൽ വേറെ ഒരു നിലപാടും എടുത്തിട്ടില്ല. ഇപ്പോഴും അത് സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ പതിവ് പല്ലവി പാടുകയല്ല. വളരെ കൃത്യമായി അന്ന് തൊട്ട് ഇന്നേ വരെ സ്ഥിരമായ സ്ഥായിയായ ഒരു നിലപാടെടുത്ത് അതിനൊപ്പം തന്നെ നിൽക്കുകയാണ്. അന്നൊരു നിലപാടെടുക്കുകയും വിധി വന്നപ്പോൾ വേറൊരു നിലപാടെടുക്കുകയും ചെയ്യുന്നതല്ല. ഞങ്ങള് ഈ വിഷയത്തിൽ കാരണം ഒരു കൊലപാതകവും നടക്കാൻ പാടില്ല. അതാണ് ഇപ്പോ ശ്രീ കൃഷ്ണൻ പറഞ്ഞത്. ആ നിലപാട് തന്നെ CPIM-നും ഉള്ളത്. ഒരു കൊലപാതകവും നടക്കാൻ പാടില്ല. പക്ഷേ ഇന്നത്തെ വിധിയിൽ ഒരു തിരിച്ചടിയും നേരിട്ടിട്ടുമില്ല. ഇന്നത്തെ വിധിയിൽ അപ്പോ ഒരു തിരിച്ചടിയും നേരിട്ടു എന്ന് പറയേണ്ടതുമില്ല. അന്നും ഇന്നും എന്ത് നിലപാടാണോ CPM എടുത്തത് അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലേ VPP മുസ്തഫ? അല്ല, നിങ്ങള് താങ്കളെ പോലെ ഒരു ചർച്ച നയിക്കുന്നയാൾ വസ്തുതകളെ വക്രീകരിക്കാൻ ശ്രമിക്കരുത്. കൊലപാതകത്തെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ നിലപാട് മാറ്റമില്ലാത്തത്. അത് നടക്കാൻ പാടില്ലാത്ത കൊലപാതകം. പാർട്ടിക്ക് ഉത്തരവാദിത്തമോ പങ്കാളിത്തമോ ഇല്ല. ഇന്നത്തെ വിധിയിൽ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ്, ഞാൻ പറയട്ടെ, താങ്കൾ ഇങ്ങനെ ഇടപെടാതെ, CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ചില ആളുകളെ, ചില പാർട്ടി നേതാക്കളെ ശിക്ഷിച്ച ഭാഗം ശരിയല്ല. അതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അത് പാർട്ടി പരിശോധിക്കും. വിധി പകർപ്പ് പൂർണ്ണമായി 3-ാം തീയതിയെ കിട്ടുകയുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ പരിശോധിച്ച് ആ ഭാഗത്തെ സംബന്ധിച്ച് ഞങ്ങൾ അപ്പീൽ പോകും. ഇത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അതാണ് നിലപാട്. ശ്രീ BRM ഷഫീർ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇന്ന് പ്രതികരിച്ചത് ധാർമ്മികതയുടെ വിജയം, ആ കുടുംബത്തിനൊപ്പം നിന്ന് നടത്തിയ നിയമ പോരാട്ടത്തിന്റെ വിജയം, CPM ഈ CBI വരാതിരിക്കാൻ ഖജനാവിൽ നിന്ന് ചെലവാക്കിയ പണം തിരിച്ചടക്കണം എന്ന് തുടങ്ങി നീണ്ട നിര പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നമ്മൾ കേട്ടു. പക്ഷെ CPM പറയുന്നു രാഷ്ട്രീയമായി ഒരു തരത്തിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒന്ന് ഇന്നത്തെ വിധി കൊണ്ട് CPM-ന് ഉണ്ടാകുന്നില്ല എന്ന്. ശ്രീ BRM ഷഫീർ, ഈ കൊലപാതകം നടക്കുന്നത് സാധാരണഗതിയിൽ ഇപ്പൊ CPM സാധാരണഗതിയിൽ പിന്നെ കൊലപാതകം നടത്തുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആരെങ്കിലും ടാർഗറ്റ് ചെയ്താൽ അവർക്കെതിരായി ഏതെങ്കിലും ഒരു കൊച്ചു കേസ് അവർക്കെതിരായി ഇട്ടുകൊടുക്കും. ആ കേസിന്റെ പേരിൽ സംഘം ചേരും, തെളിവുകൾ ശേഖരിക്കും, ആയുധങ്ങൾ സംഭരിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഈ പറയപ്പെടുന്ന കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളിന്റെ നാട്ടിൽ കൊണ്ടുവന്ന് കൊലവിളി പ്രസംഗം നടത്തും. കൊലവിളി പ്രസംഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ കാച്ചിക്കളയും. ഇതാണ് ഇവന്മാരുടെ സ്ഥിരം ശൈലി. ഞാനൊരു പ്രസംഗം, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പശബ്ദം ഞാനിവിടെ കേൾപ്പിച്ചു തരാം. ആ ഒറ്റ ഒരുത്തനാണ് ഈ കൊലപാതകത്തിന് അടിത്തറയിട്ട പ്രകോപനത്തിന്റെ നായകൻ. ഒന്ന് കേട്ടു നോക്ക്. അവൻ അങ്ങനെ ഒരു റോക്കറ്റ് പോലെ
പ്രസംഗം കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ